ഇപ്പോൾ ഫുട്ബോൾ പ്രേമികളും അല്ലാത്തവരും നേരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നുണ്ട്. ലോകകപ്പ് മത്സരത്തിന് അമേരിക്കയുടെ മണ്ണിൽ ബൂട്ട് കെട്ടി ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിറങ്ങുന്ന ഇറാൻ ടീമിനെ. മാസങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുഎസിന്റെ മണ്ണിൽ ഇറാൻ താരങ്ങൾ എത്തുന്നത്. വിനോദ് ഉണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, കളിക്കളത്തിന് പുറത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം, പശ്ചിമേഷ്യൻ യുദ്ധം, അതിപ്പോൾ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കളിക്കളത്തിൽ എന്ത് പ്രതീക്ഷിക്കണമെന്നുള്ള ആദ്യത്തെ ചോദ്യം. ഈ മത്സരത്തിന് ഫിക്സ്ചർ വന്നപ്പോൾ മുതൽ, അല്ലെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ഈ മത്സരമാണ്. ആ മത്സരമാണ് ഉടൻ നടക്കാൻ പോകുന്നത്. ആ സാഹചര്യമുണ്ട്. കൂട്ടത്തിലാണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വിലയിരുത്തണം മത്സരം? ഹരി, 106 ദിവസത്തെ അമേരിക്കൻ ഇറാൻ സംഘർഷം, ആ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ്റെ ടീം ഇന്ന് ബൂട്ട് കെട്ടി അമേരിക്കയുടെ മണ്ണിൽ കളിക്കുന്നത്. ഇപ്പോൾ കളി നടക്കുകയാണ്. ന്യൂസിലൻഡിനെയാണ് അവർ നേരിടുന്നത്. വാശിയേറിയ മത്സരമാണ്. നമ്മൾ ക്രിക്കറ്റിലേക്ക് കണ്ടിട്ടുണ്ട് ചിരവൈരികളെന്നൊക്കെ പറയും. ഇന്ത്യയും പാകിസ്ഥാനും, അല്ലെങ്കിൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും, അല്ലെങ്കിൽ ആഷസിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ, ഇങ്ങനെയൊക്കെ ഉള്ള പോരാട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്കയും ഇറാനുമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ചിരവൈരികളല്ല. പക്ഷേ ഇന്നത്തെ മത്സരത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം കൂടി ചേർന്ന് കിടപ്പുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കൊപ്പം എൽദോ ചേരുന്നുണ്ട്. എൽദോ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് അമേരിക്ക ഇറാൻ യുദ്ധം, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത്. ആ ടീമാണ് ഇന്നിപ്പോൾ US കളിക്കുന്നത്. എങ്ങനെയാണ് ആ മത്സരത്തെ കാണുന്നത്? വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ സ്റ്റേഡിയത്തിൽ ആ ഗാനം മുഴങ്ങിയപ്പോൾ, ദേശീയ ഗാനം മുഴങ്ങിയപ്പോൾ ഇറാൻ്റെ കാണികൾ, ഇറാൻ്റെ ആരാധകർ, ഒപ്പം ഇറാൻ താരങ്ങൾ നെഞ്ചിൽ കൈചേർത്ത് ആത്മാഭിമാനത്തോടെ നിൽക്കുകയാണ്. അമേരിക്കൻ മണ്ണിൽ യുദ്ധ സാഹചര്യത്തിന് തൽക്കാലത്തേക്ക് വിരാമമായെങ്കിൽ പോലും അതിനുശേഷം ഇതാ ആ മണ്ണിൽ നിന്നുകൊണ്ട് അവർ ഫുട്ബോൾ മത്സരത്തിനായി ഇറങ്ങുന്നു. അമേരിക്കൻ മണ്ണിൽ ഇറാൻ്റെ ദേശീയഗാനം മുഴങ്ങുകയാണ്. അതായത് ഒരിക്കലും അമേരിക്കൻ ഗർവിന്, അഹങ്കാരത്തിനോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത വിധമാണ് ഇറാൻ്റെ ദേശീയഗാനം ആ വേദിയിൽ മുഴങ്ങിയത്. ലോസ് ഏഞ്ചലസിലാണ്, അവിടെ ഇംഗിൾവുഡിൽ, ലോസ് ഏഞ്ചലസിലെ ആ സ്റ്റേഡിയത്തിൽ ഇറാന്റെ ഗാനം മുഴങ്ങിയപ്പോൾ കുറെ കാണികൾ കൂവി, കുറെ കാണികൾ ബഹളം വെച്ചു. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ അപ്പോഴും ഇറാന് വേണ്ടി പിന്തുണയുമായി ഒരുപാട് പേർ ആ സ്റ്റേഡിയത്തിലുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, ന്യൂസിലൻഡ് ലീഡെടുത്തു പെട്ടെന്ന്. പക്ഷേ ഇതാ ഇറാൻ തിരിച്ചടിച്ചു. 1-1 സമനിലയിൽ ആവേശകരമായിട്ട് ആ മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ഈ മത്സരം, ഒരു മത്സരമെങ്കിലും ഈ ലോകകപ്പിൽ ഇറാന് ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞാൽ അത് ഇറാന്റെ വിജയം എന്നതിനപ്പുറം ഇറാന്റെ ആത്മാഭിമാനത്തിനും ഇറാന്റെ സഹനത്തിനും ഇറാന്റെ അതിജീവനത്തിൻ്റെയും ഒക്കെ വലിയ ദിനമായി, അടയാളപ്പെടുത്തലായി മാറും ആ ലോസ് ഏഞ്ചലസ് സ്റ്റേഡിയത്തിലെ ആ മത്സരം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള പോസ്റ്ററുകൾ, നമുക്കറിയാം ഫുട്ബോൾ വേദികൾ എപ്പോഴും പലപ്പോഴും രാഷ്ട്രീയം ചർച്ചയാകാറുണ്ട്. രാഷ്ട്രീയ ചിഹ്നങ്ങൾ പാടില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും കാണികൾ ഒരുപാട് പേർ, അവിടെ ലെബനനും പാലസ്തീനും ഒക്കെ പോസ്റ്ററായും ടീഷർട്ടിൽ എഴുതിയും ഒക്കെ കാണികളിൽ പലരും എത്തിയിട്ടുണ്ട്. ഇറാനെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്, ഇറാനെതിരെയുള്ള പോസ്റ്ററുകളുണ്ട്, അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയുള്ള പോസ്റ്ററുകളുണ്ട്. അങ്ങനെ ഫിഫ ലോകകപ്പ് വേദികൾ എപ്പോഴും ഇത്തരം രാഷ്ട്രീയമായി പ്രൗഢമായിട്ടുള്ള ഒരു വേദിയാണ്. അതിൽ എല്ലാവിധ ചർച്ചകളും വരും. അതിൽ ഫുട്ബോളുണ്ട്, സ്നേഹമുണ്ട്, അവിടെ ലഹരിയുണ്ട്, ഒപ്പം ഇത്തരം യുദ്ധങ്ങളും യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ഇറാൻ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടുന്നു. ന്യൂസിലൻഡ് അറിയാം ഈ അമേരിക്കൻ നീക്കങ്ങളെ പിന്തുണച്ച രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കാക്കണം. പക്ഷേ ഇത് ഫുട്ബോളാണ്, വേറൊരു മത്സരമാണ്. എങ്കിൽ പോലും അമേരിക്കൻ മണ്ണിലെത്തിയ ഇറാൻ ടീമിന് ആദ്യം മെക്സിക്കോയിലാണ്, അവിടെ ടിഹ്വാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറാന്റെ ക്യാമ്പ്. അമേരിക്കയിലേക്ക് വരുന്നു, കളി കഴിഞ്ഞ് അപ്പോൾ മടങ്ങിപ്പോയിക്കൊള്ളണം, തിരികെ വിട്ടോളണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തിട്ടൂരം. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു നിർദ്ദേശത്തിൻ്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കി ഫിഫ ക്യാമ്പ് കൊടുത്തിരിക്കുന്നത് മെക്സിക്കോയിലാണ്. മെക്സിക്കോയിലെ ടിഹ്വാനിൽ മെക്സിക്കൻ സ്ഥലത്ത് ഇറാൻ ക്യാമ്പ് ചെയ്യുന്നു. മത്സരത്തിനായി മാത്രം അമേരിക്കയിലെത്തുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. മെക്സിക്കോയിൽ നിന്ന് യാത്ര തിരിച്ച ഇറാൻ ടീമിന് വലിയ യാത്രയപ്പാണ് മെക്സിക്കോയിലെ ആരാധകർ നൽകിയത്. പക്ഷേ അമേരിക്കയിലെത്തിയപ്പോൾ ഹോട്ടലിന് പുറത്ത് ചില പ്രതിഷേധങ്ങളും ഒച്ചപ്പാടുകളും ബഹളമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതൊന്നും മത്സരത്തെ ബാധിക്കരുത് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. എന്നാലും ഇറാൻ മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇപ്പോഴിതാ ആദ്യം ഗോൾ വഴങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ സമനില പിടിച്ച് മുന്നേറുകയാണ് വിനോദ് ന്യൂസിലൻഡിനെതിരെ. ഇറാന്റെ ഘടന എങ്ങനെയാണ്, ആ ടീമിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, അത് എന്തോ എങ്ങനെ മനസ്സിലാക്കുന്നു? മാത്രമല്ല അവർ വലിയ സമ്മർദ്ദത്തിൽ നിന്നാണല്ലോ വരുന്നത്, യുദ്ധത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നതും എവിടേക്കാണ്, US വന്നിരിക്കുന്നത്. അപ്പോൾ ആ ടീമിന്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഒരു വിലയിരുത്തൽ, നമുക്ക് കളി കഴിയണം. എങ്കിലും ടീമിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്?
ഇറാൻ സംഘം ഏഷ്യൻ ടീമുകളിൽ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ്. മാത്രമല്ല ഇറാനും ന്യൂസിലൻഡും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ കൂടുതൽ ജയവും ഇറാന് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ വളരെ കൃത്യമായുള്ള സാധ്യതയും കൃത്യമായിട്ടുള്ള അവസരങ്ങളും ഇറാൻ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇറാൻ ഈ മത്സരം ജയിക്കാനുള്ള സാധ്യത മുൻകൂട്ടി പറയാനാവില്ല എങ്കിൽ പോലും സാധ്യത കൂടുതലാണ് മുൻകാല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ ഇറാന്റെ പ്രധാനപ്പെട്ട രീതി കൗണ്ടർ അറ്റാക്കുകളിലൂടെ കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യം ഡിഫൻസിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ കിട്ടുന്ന അവസരങ്ങൾ വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ മുന്നിലേക്ക് എത്താൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്കാരനായിട്ടുള്ള സായ്പ്രീത് സിംഗ്, ഇന്ത്യൻ വംശജനായിട്ടുള്ള സായ്പ്രീത് സിംഗ് ന്യൂസിലാൻഡ് നിരയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് ചേർത്ത് വെക്കട്ടെ. എന്തായാലും ന്യൂസിലൻഡിനെതിരെ ഇറാൻ ഒരു മേധാവിത്വം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇറാനെ സംബന്ധിച്ച് സമീപകാല മത്സരങ്ങളിലും യുദ്ധ സാഹചര്യങ്ങളാണ്, രാഷ്ട്രീയ കോലാഹലങ്ങളുണ്ട്, ലോകത്തിന് മുന്നിൽ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു ആ പേര്. എങ്കിൽ പോലും അവസാനത്തെ ഒരു 10 മത്സരം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4 തോൽവി, ബാക്കി 6 ഇറാൻ ജയിച്ചിട്ടുണ്ട്. അതായത് ഇറാന്റെ സമീപകാല ഫോം അത് നല്ലതാണ്. ഏറെക്കുറെ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളും ഭീതികളും ഒക്കെ നിലനിൽക്കുമ്പോഴും അവർ അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ടീമാണ്. ആ ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ന് ലോസ് ഏഞ്ചലസിൽ അമേരിക്കൻ മണ്ണിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൺമുന്നിൽ ഇറാൻ ഇന്ന് വിജയക്കൊടി പാറിക്കും. തീർച്ചയായും എൽദോ, ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. എനിക്കിഷ്ടമുള്ള ടീം. പക്ഷേ ഇറാനോ ന്യൂസിലാൻഡോ ഈ 2 ടീമിനെയും ഇന്ന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം യുദ്ധത്തിന് മുകളിൽ ഒരു സമാധാനത്തിൻ്റെ കാൽപ്പന്തുരുളുന്ന ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് അത്. ഇപ്പോൾ വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്, യുദ്ധം അവസാനിപ്പിക്കുന്ന ചർച്ചകൾ നടക്കുന്നു. എല്ലാ രാജ്യങ്ങളും തമ്മിൽ സ്നേഹിക്കട്ടെ, ഈ രാജ്യത്ത് സമാധാനം പുലരട്ടെ, ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ, അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ തോന്നുന്നത്. ഉറപ്പായിട്ടും ഞാനൊരു അർജന്റീന ആരാധകനാണ്. എന്താണ് യുദ്ധവും മറ്റേ ഫുട്ബോൾ ആരാധനയും രണ്ടും രണ്ടാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഫിഫ വേദികൾ, ലോകവേദി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിഫ വേദികൾ എല്ലാ സമയത്തും ഇത്തരം ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ഇത്തരം ചർച്ചകൾ, ഗൗരവമുള്ള ചർച്ചകൾക്ക് വേദിയെ മാറാറുണ്ട്, അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കാറുണ്ട്. അത് തന്നെയാണ് ഇറാനെ ഈ ലോകകപ്പിൽ, അതും ഏതോ നിയോഗം പോലെ USA-യിൽ ആ മത്സരം നടക്കുകയാണ്. ഇറാൻ്റെ മത്സരം മെക്സിക്കോയും USA-യും ഒപ്പം കാനഡയും ആതിഥ്യം വഹിക്കുന്ന ലോകകപ്പാണ്. പക്ഷേ ഇറാന് അമേരിക്കൻ മണ്ണിൽ ജയത്തോടുകൂടി തുടങ്ങാൻ കഴിഞ്ഞാൽ അതിലും അപ്പുറത്തേക്കുള്ളൊരു ബൂസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. അതാണ് സന്തോഷം. നമ്മളെപ്പോലെ രണ്ടുപേരോട് ഉണ്ട് കേട്ടോ. മന്ത്രി വി ശിവൻകുട്ടിയും മണിയാശനും MM മണിയും, അവർ രണ്ടുപേരും ബ്രസീൽ അർജന്റീന ആരാധകരാണ്. പലപ്പോഴും പോരാട്ടം നടക്കാറുണ്ട്. അതിൽ നമ്മൾ തമ്മിൽ മറ്റു പോരാട്ടമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഹരി, ഇന്നത്തെ ഏറ്റവും സന്തോഷമുള്ളൊരു കാഴ്ച കൂടിയാണ് ലോകകപ്പിൻ്റെ ഭാഗമായി നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. യെസ്, അതാണ് വളരെ രസകരമായിട്ട് വിനോദും എൽദോയും കൂടെ സംസാരിക്കുമ്പോൾ ഇതിലൊരു ഒരു എന്താ പറയുക, മത്സരത്തെക്കാൾ ഉപരി ഇപ്പോൾ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ അമേരിക്കൻ മണ്ണിൽ ജയത്തോടെ തുടങ്ങുകയാണെങ്കിൽ, കാരണം മത്സരത്തിൻ്റെ 40ാമത്തെ മിനിറ്റ് എത്തുമ്പോഴേക്കും ഇപ്പോൾ 1-1 സമനിലയിലേക്ക് എത്തുന്നു. 32ാമത്തെ മിനിറ്റിൽ ഇറാൻ തിരിച്ചടിക്കുന്നു ന്യൂസിലൻഡിനെതിരെ. ആദ്യം തുടക്കത്തിൽ തന്നെ 7ാമത്തെ മിനിറ്റിൽ ന്യൂസിലൻഡ് ഗോൾ നേടിയെങ്കിൽ പോലും ആ ഒരു മൊമെൻറ്റം പോട്ടെ, വിജയത്തിനേക്കാൾ ഒരു സമനിലയെങ്കിലും നേടാൻ ഇറാന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു വലിയ ചരിത്രമായിട്ട് തന്നെ മാറും എന്നതുകൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സമാധാന കരാറിലൊക്കെ നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ട്രംപിൻ്റെ വാദങ്ങളും ട്രംപിൻ്റെ വാക്കുകളും ഒക്കെ ഇറാൻ ജനതയും കേട്ടതാണ്. ആ രീതിയിലുള്ള സാഹചര്യം, പ്രത്യേകിച്ച് എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ ഇറാൻ്റെ ദേശീയ ഗാനം അവിടെ ആലപിക്കപ്പെടുമ്പോൾ ചിലർ അവിടെ കൂവുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഞാൻ പറയുന്നത് അവരുടെ ആ മണ്ണിൽ ഇറാൻ വിജയിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഇതിൽ പല ഒരു മറുപടി ഇറാന് കൊടുക്കാനില്ല എന്ന് വേണം തന്നെ പറയാൻ. വി വിനോദും എൽദോയും ചേർന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.